ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ 3 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ഒന്ന്, പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ. 2, നയീൻ എന്ന പട്ടണത്തിലെ ഒരു വിധവയുടെ മകൻ. 3, ബേഥാന്യയിലെ ലാസർ. ഇങ്ങനെ 3 പേരെയാണ് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാന് ഈ 3 പേരെ കുറിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് വിശേഷഗതിയായി കാണാൻ കഴിഞ്ഞ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കർത്താവിന് പ്രായമുള്ളവരെ ആരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയില്ല. കർത്താവിന് യൗവനക്കാരെ മാത്രമേ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു. അത് ശരിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കർത്താവിന് പ്രായമായവരെ ആരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയില്ല, ചെറുപ്പക്കാരെ മാത്രമേ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച 3 പേര് ചെറുപ്പക്കാരൻ. അത് ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒരിക്കലുമല്ല. ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പോ ഒരു 90 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട് കർത്താവിന് എന്ത് കിട്ടാനാ? 90 വയസ്സുള്ള അപ്പച്ചൻ കൂടി വന്നാൽ ഇനി ഒരു 10 വർഷത്തോടെ ജീവിക്കും, അല്ലെങ്കിൽ 5 വർഷം ജീവിക്കും. ആ 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ കർത്താവിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ 3 പേരിൽ ഒരാള്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യായിറോസിന്റെ മകളാണെന്ന് എനിക്ക് തോന്നുന്നു, 12 വയസ്സേ അവൾക്കുള്ളൂ. ഈ 12 വയസ്സുള്ള മോള് ഇനി കർത്താവ് അവൾക്ക് ആയുസ് കൊടുത്താൽ അവൾക്ക് ന്യായമായി എത്ര വർഷം ജീവിക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 100 വർഷം അവൾക്ക് ആയുസ് കൊടുക്കുകയാണെങ്കിൽ അവൾ 88 വർഷം ഇനി ജീവിക്കും. അവൾക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ധാരാളം സമയം അവൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, കർത്താവിന് യൗവന പ്രായത്തിലുള്ള സഹോദരന്മാരോട് സഹോദരിമാരോട് വളരെ താല്പര്യമാണ്, വളരെ ഇഷ്ടമാണ്. നാം 1-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അതിന്റെ 3-ാം വാക്യത്തിൽ, നമുക്കറിയാവുന്ന വാക്യമായതുകൊണ്ട് എടുക്കണമെന്നില്ല, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും, ബാക്കി പറഞ്ഞേ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ തക്കകാലം എന്ന് പറയുന്ന ഒരു കാലത്തെ കുറിച്ച് നാം വായിക്കുന്നു. എന്താ തക്കകാലം എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് ആരോഗ്യമുള്ള, ചോരയും നീരുമുള്ള, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നിടത്ത് ശരീരം ചെല്ലുന്ന ആ തക്കകാലം, ആ തക്ക സമയം, അത് നമ്മുടെ ബാല്യവും നമ്മുടെ യൗവനവുമാണ്. ഇപ്പൊ എനിക്ക് 59 വയസ്സ് പ്രായമുണ്ട്. ഞാൻ എന്റെ പ്രായം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പണ്ടൊക്കെ ഓടിച്ചാടി നടന്ന പല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഓടി ഒരു മരത്തിലേക്ക് കയറണം എന്ന് പറഞ്ഞാൽ ഞാൻ കയറും. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി ഒരു ഇന്ന സ്ഥലത്ത് പോയിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഓടി ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം, ഇന്ന് എനിക്ക് ഓടാൻ പറ്റുമോ? ഇന്ന് എനിക്ക് മരത്തെ കയറാൻ പറ്റുമോ? സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ കാര്യം എടുത്താലും എന്റെ നല്ല കാലമൊക്കെ തീർന്നു, എന്റെ തക്കകാലമൊക്കെ തീർന്നു. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ പറ്റിയ എന്റെ തക്കകാലമൊക്കെ തീർന്നു. എന്നാൽ ഞാനിപ്പോൾ ഈ ഗൂഗിൾ മീറ്റിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും യൗവനക്കാരാണ്, യുവാക്കന്മാരും യുവതികളുമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് നിങ്ങളുടെ തക്കകാലമാണ്, ഇത് നിങ്ങളുടെ നല്ല കാലമാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കാലത്താണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ നല്ല കാലം, പറഞ്ഞേ, ഈ നല്ല കാലം പിശാചിന് ആദായം ഉണ്ടാക്കുന്ന കാലമായി തീരാതെ ഈ നല്ല കാലം ദൈവത്തിന് ആദായം ഉണ്ടാക്കുന്ന, ദൈവത്തിന് വരുമാനം ഉണ്ടാക്കുന്ന നല്ല സമയമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
കർത്താവിന്റെ സന്നിധിയിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ എന്നുള്ള ആ പേരിന് നാം അർഹരായി തീരുവാൻ ദൈവം ഈ പ്രാരംഭ ഘട്ടത്തിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വായിച്ച വേദഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരാം. 9 മണി വരെയുള്ള സമയം എടുക്കാമെന്നാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി വായിച്ച വേദഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. നമുക്ക് തൽക്കാലം അത്രയും വായിച്ചാൽ മതി. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. നിങ്ങളെ പലരും നോട്ട് എഴുതുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം, അതിനൊരു ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, കല്ല് നീക്കുവീൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആ വിഷയം കേട്ടപ്പോ നിങ്ങള് ചിന്തിക്കുന്നുണ്ടാവും, കല്ല് നീക്കുവീന്നോ? ഏത് കല്ല്? എന്നാ കല്ല്? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിക്കാണും. അപ്പൊ നമ്മള് ആ വിഷയമാണ് ഇപ്പോ പഠിക്കാനായിട്ട് പോകുന്നത്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ നമുക്കറിയാം, ലാസറിനെ അടക്കം ചെയ്തപ്പോ കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ലും വെച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പാലസ്തീൻ നാട്ടിൽ കല്ലറകൾ, ധാരാളം കല്ലറകളുണ്ട്. പിതാക്കന്മാരുടെ കല്ലറകളെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. മക്പേല എന്ന ഗുഹയിൽ നമുക്കറിയാം ആദിമ പിതാക്കന്മാരെ അടക്കം ചെയ്ത പല കല്ലറകൾ നമുക്ക് കാണാം. അബ്രഹാമിന്റെ, സാറയുടെ, ഇസഹാക്കിന്റെ, റിബേക്കയുടെ, അതുപോലെ യാക്കോബിന്റെ, ലേയയുടെ, ഇവരുടെ ഒക്കെ കല്ലറകൾ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനവധി കല്ലറകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കല്ലറകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കല്ലറയിൽ കൊണ്ടുപോയി ശവം വെച്ചു കഴിഞ്ഞാൽ അവിടെ മണ്ണിടുവോ അല്ലെങ്കിൽ സ്ലാബ് വെക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യുന്നത്? ഒരു വലിയ കല്ല്, ഒരാളെ കൊണ്ടോ രണ്ടയാളെ കൊണ്ടോ പിടിച്ചു മാറ്റാവുന്ന കല്ലല്ല, ഒരു വലിയ കല്ല് ആ കല്ലറയുടെ വാതിൽക്കൽ കൊണ്ടുപോയി വെക്കും. ആ കല്ലാണ് ശരിക്കും ആ കല്ലറയെ അടച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ആ കല്ലറയുടെ വാതിൽ എന്ന് പറയുന്നത് ആ കല്ലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് എന്താണ്? കല്ല് നീക്കുവീൻ എന്ന് കർത്താവ് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം, ആ വെച്ചിരിക്കുന്ന വലിയ കല്ല് നീക്കുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. എനിക്ക് ചെറിയ ഒരു ചുമയുടെ ഒരു പ്രയാസമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വലിയ കുഴപ്പമില്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമ വന്നാലും നിങ്ങൾ സഹിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓക്കെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കല്ല് നമുക്ക് നൽകുന്ന 4 വലിയ പാഠങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 4 പാഠങ്ങൾ ഓർപ്പിച്ചു കഴിയുമ്പോൾ സമയം 9 മണിയാവും. അങ്ങനെയാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കല്ല് നമ്മെ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ കല്ല് അവിശ്വാസത്തിന്റെ കല്ലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അല്ലെങ്കിൽ ദൈവദാസനെ, അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അവിശ്വാസത്തിന്റെ കല്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്തേ, അതിന്റെ 40-ാം വാക്യം ഒന്ന് വായിച്ചേ. 40-ാം വാക്യം. യേശു അവളോട്, വിശ്വസിക്കാൻ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. മതി. യേശു അവളോട്, ആരോടാ പറഞ്ഞത്? മാർത്തയോട്. എന്താണ് മാർത്തയോട് പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ ചോദിക്കട്ടെ, മാർത്തയോട് കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനിടയായത്? എന്തുകൊണ്ടാ പറയാനിടയായത്? അവക്ക് വേണ്ടത്ര വിശ്വാസം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവക്ക് വേണ്ടത്ര വിശ്വാസം ഇല്ലായിരുന്നു. ഏത് കാര്യത്തിൽ? ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യത്തിൽ
അവൾക്ക് വേണ്ടത്ര വിശ്വാസമില്ലായിരുന്നു. കാരണം അവൾ മുൻപ് പറയുന്നുണ്ട്, കർത്താവെ എനിക്കറിയാം എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാ ഉയർത്തെഴുന്നേൽക്കുന്നേ? ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് മാർത്ത പറഞ്ഞത്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ലാസറ് ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ എന്നാ ഉയർത്തെഴുന്നേൽക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പറഞ്ഞേ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. ഈ വാക്യങ്ങൾ പ്രകാരം യേശുക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് അനേകർ ഉയർത്തെഴുന്നേൽക്കും. ഒപ്പം ലാസറും ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് ആര് വിശ്വസിച്ചത്? മാർത്ത. എല്ലാരും പറഞ്ഞേ, മാർത്ത വിശ്വസിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞത് അതല്ല. കർത്താവ് പറഞ്ഞത് പിന്നെ എന്താ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി ഞാൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടുമായിട്ട് പറയട്ടെ, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ നീ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. നീ ദൈവത്തിന്റെ മഹത്വം കാണും. ലാസർ ലാസർ ഒടുക്കത്തെ പുനരുത്ഥാനത്തിലല്ല, ഇപ്പോൾ തന്നെ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ ഒരു വാചകം, ആദ്യം വായിച്ച വാക്യത്തിലെ ഒരു വാചകം ശ്രദ്ധിച്ചോ? 39-ാം വാക്യം നോക്കിയേ. 39-ാം വാക്യം, കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായ എന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കർത്താവ് അവളോട് ചോദിച്ചോ, മാർത്തേ നാറ്റം വെച്ചോ? എല്ലാവരും എന്ത് പറയുന്നു? കർത്താവ് ചോദിച്ചോ, നാറ്റം വെച്ചോ എന്നൊന്ന് നോക്ക്, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നാറ്റം വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല. നാറ്റം വെച്ചോ എന്നൊന്ന് നോക്ക്, ഞാൻ അങ്ങോട്ട് വരാം. പറഞ്ഞോ കർത്താവ്? ഇല്ല. പിന്നെ എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞത്? ഇതാണ് ഈ മാർത്തയുടെ ഒരു സ്വഭാവം. ഒരിക്കൽ മാർത്ത പറഞ്ഞു, എന്തു പറഞ്ഞു? കർത്താവെ, മറിയ എന്നെ തന്നെ അടുക്കളയിൽ വിട്ടേച്ച് മറിയ വന്ന് നിന്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്നു. അവളെ ആ ശുശ്രൂഷയ്ക്കായിട്ട് വിടുക എന്ന് മാർത്ത പറയുന്നതായി ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഉടനെ കർത്താവ് എന്താ മാർത്തയോട് പറയാമോ? മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. മാർത്തേ മാർത്തേ, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എല്ലാവരോടും ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുക. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. ഞാൻ ഇവിടെ ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാ. എല്ലാവരും ശ്രദ്ധിച്ചോണം. അപ്പൊ ദൈവദാസന്മാര് കുസൃതി ചോദ്യമൊക്കെ ചോദിക്കാവോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നും. കേട്ടിരുന്നോ? ശ്രദ്ധിച്ചിരുന്നോ? അപ്പോ ഈ മാർത്ത തെരഞ്ഞെടുത്തത് മോശമാണെന്ന് കർത്താവ് പറഞ്ഞു, അല്ലേ? പറഞ്ഞോ? എല്ലാവരും ശ്രദ്ധിച്ചില്ല, ഒന്നുകൂടെ പറയാം. മറിയ തെരഞ്ഞെടുത്തത് നല്ലതാണെങ്കിൽ മാർത്ത തെരഞ്ഞെടുത്തത്, എല്ലാരും പറഞ്ഞേ, മാർത്ത തെരഞ്ഞെടുത്തത് മോശം. അങ്ങനെ കർത്താവ് പറഞ്ഞോ? എഴുതാപ്പുറം വായിക്കരുത്, അങ്ങനെ കർത്താവ് പറഞ്ഞോ? മാർത്തയെ നീ തെരഞ്ഞെടുത്തത് മോശമാണ്, മറിയ തെരഞ്ഞെടുത്തതാണ് നല്ലത്, അങ്ങനെ കർത്താവ് പറഞ്ഞു. പിന്നെ എന്താ കർത്താവ് പറഞ്ഞേ? നീ തെരഞ്ഞെടുത്തത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എന്നാൽ മറിയ തെരഞ്ഞെടുത്തത് കൂടുതൽ നല്ലതാണ്. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ പഴയ പാഠം ഒന്ന് ഓർത്താൽ മതി. ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുമ്പോ 3 ഡിഗ്രീസിനെ കുറിച്ച് പഠിപ്പിക്കും. 1 പോസിറ്റീവ് ഡിഗ്രി, 2 കമ്പാരേറ്റീവ് ഡിഗ്രി, 3-ാമത്തേത് ഏതാ? സൂപ്പർലേറ്റീവ് ഡിഗ്രി.
കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാവോ? കർത്താവ് പറഞ്ഞത് കമ്പാരേറ്റീവ് ഡിഗ്രിയാ. അല്ലെങ്കിൽ എന്താ അങ്ങനെ പറയണ്ടേ? കർത്താവ് പറഞ്ഞതിന്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ഗുഡ്, നല്ലത്, ബെറ്റർ, കൂടുതൽ നല്ലത്, ബെസ്റ്റ്, ഏറ്റവും നല്ലത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പോസിറ്റീവ് ഡിഗ്രി ഏതാ? ഗുഡ്, നല്ലത്. കമ്പാരേറ്റീവ് ഡിഗ്രി ഏതാ? ബെറ്റർ, കൂടുതൽ നല്ലത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാ? ബെസ്റ്റ്, വളരെ നല്ലത്, ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മാർത്തയുടെയും മറിയയുടെയും ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരാം. കർത്താവ് പറഞ്ഞത് മാർത്ത ചെയ്തത് ബെറ്ററാണ്. മാർത്ത ചെയ്തത് ബെറ്ററാണ്, എന്നാൽ മറിയ ചെയ്തത് ബെസ്റ്റാണ്. പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? മാർത്ത ചെയ്തത് ബെറ്ററാണ്, മാർത്ത ചെയ്തത് ഏറ്റവും നല്ല കാര്യം തന്നെ, കൂടുതൽ നല്ല കാര്യമാണ് മാർത്ത ചെയ്തത്. എന്നാൽ മറിയ ചെയ്തത് കൂടുതൽ നല്ലതെന്നല്ല, ഏറ്റവും നല്ല. ഇന്ന് രാത്രി ഞാനൊരു വാക്ക് ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും നല്ലതിനെയാണോ കാക്ഷിക്കുന്നത്, അതോ ബെറ്ററിനെയാണോ, കൂടുതൽ നല്ലതിനെയാണോ? എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നത്? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങ് തൃപ്തി വരുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. മാർത്ത ചെയ്തത് കൂടുതൽ നല്ലത്, മറിയ ചെയ്തത് ഏറ്റവും നല്ലത്. അപ്പൊ ഏതാ നമ്മൾ ആഗ്രഹിക്കണ്ടേ? പറഞ്ഞേ, ഏതാ നമ്മൾ ആഗ്രഹിക്കണ്ടേ? മറിയ ചെയ്തത്. മറിയ എന്താ ചെയ്തേ? മറിയ ചെയ്തേ? കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം പഠിച്ചു. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, അടുക്കളയിലെ ജോലി കുറച്ച് മാറ്റിവെച്ചിട്ട് നിങ്ങൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം പഠിച്ചു നോക്കിയേ. ഞാൻ അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 10 അതിഥികൾ വരുക. ഒരു ഉദാഹരണം, നിങ്ങള് വെള്ളം കോരുന്നു, തീ കത്തിക്കുന്നു, പിന്നെ അരിയിടുന്നു, കറിക്ക് അരിയുന്നു, പിന്നെ പിള്ളേര് ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ആകെ ബഹളമയ ഒരു കല്യാണ വീട് പോലെ ആയിട്ടുണ്ട്, ആകെ ബഹളം. എന്തെങ്കിലും കാര്യം അവിടുത്തെ സഹോദരിയോടൊന്ന് ചോദിക്കാവോ? എനിക്കിപ്പോ ഒന്നും പറയാൻ നേരമില്ല, മാറിപ്പൊക്കോണം എന്റെ അടുത്തുനിന്ന്, എനിക്കിപ്പോ വളരെ തിരക്കാണ്, ഞാൻ 10 പേർക്കുള്ള ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, പോടുന്നു. സ്വന്തം ഭർത്താവ് ഒന്ന് ചോദിച്ചാലും പറയും പോടുന്നു. അന്ന് രാവിലെ അവര് പ്രാർത്ഥിച്ചിട്ടില്ല, അന്ന് രാവിലെ അവര് വേദപുസ്തകം വായിച്ചിട്ടുമില്ല. അതായത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് വെണ്ടക്കയും കൈ പിടിച്ചോണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് ഗ്യാസ് ലൈറ്ററും കൈ പിടിച്ചോണ്ട. എന്നാ കാരണം? പറഞ്ഞേ, ഇന്ന് 10 പേര് ഉണ്ണാനായിട്ട് വരുന്നുണ്ട്, അവൾക്കൊന്നിന് സമയമില്ല. അവൾക്ക് വേദോത്സവം വായിക്കാൻ സമയമില്ല, അവൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഇനി ഞാൻ പറയട്ടെ, 10 പേര് വന്നു, ചോറൊക്കെ വിളമ്പി, ചോറാണെങ്കിൽ ആകെ വെന്തു, കറിക്കാണെങ്കിൽ ഉപ്പില്ല. കോഴിക്കറി നന്നായിട്ട് ഉണ്ടാക്കിയതായിരുന്നു, എരിവ് കൊണ്ട് വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു സാധനവും നേരെ ചൊവ്വെ ഉണ്ടാക്കാൻ ഈ സഹോദരിക്ക് കഴിഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, ഇതേ 10 പേര് അതേ വീട്ടിൽ വേറൊരു ദിവസം ചെന്നു എന്ന് വിചാരിക്കുക. ഇതേ 10 പേര് അതേ വീട്ടിൽ വേറൊരു ദിവസം ചെന്നു. അന്ന് ഈ സഹോദരി എന്താ ചെയ്തത്? രാവിലെ എഴുന്നേറ്റു, അരമണിക്കൂർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു, അരമണിക്കൂർ വചനം ധ്യാനിച്ചു. എന്നിട്ട് സാവകാശം ആദ്യം അടുക്കളയിൽ പോയി ഭർത്താവിന് കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുത്തു, മക്കൾക്ക് അവർക്ക് ആവശ്യമുള്ളത് കൊടുത്തു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അവൾക്ക് ഒരു ധൃതിയുമില്ല, അവൾക്ക് ഒരു പെടപ്പുമില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ പെടപ്പ്, ധൃതി. അവളെല്ലാം ഓരോന്നോരോന്നായിട്ടുണ്ടാക്കി. 10 പേര് പറഞ്ഞതുപോലെ വന്നു, ഒരു 10 കറിയെങ്കിലും അവൾ ഉണ്ടാക്കി.
ചോറ് വെന്തു പോയിട്ടില്ല, കോഴിക്കറിക്ക് എരിവ് കൂടിപ്പോയിട്ടില്ല, പയറൊലത്തിയതിന് ഉപ്പ് കൂടിപ്പോയിട്ടില്ല, സാമ്പാറിന് മസാല കൂടിപ്പോയിട്ടുമില്ല. എല്ലാം സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ ചോദിക്കട്ടെ, എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായേ? പറഞ്ഞേ. കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തിട്ട് അവൾ ചെയ്തു നോക്കിയപ്പോൾ എല്ലാം ശരിയാണ്. എന്താ ഞാൻ പറഞ്ഞത്? അവൾ എഴുന്നേറ്റ വഴി അടുക്കളയിലേക്കല്ല പോയത്. അവൾ എഴുന്നേറ്റ വഴി ഗ്യാസ് ലൈറ്റർ കൈ പിടിച്ചില്ല. അവൾ എഴുന്നേറ്റ വഴി വെള്ളം കോരാൻ പോയില്ല. അവൾ എഴുന്നേറ്റ വഴി അടുക്കളയിലേക്ക് പോയില്ല. അവൾ എഴുന്നേറ്റ വഴി എന്താ ചെയ്തേ? അരമണിക്കൂർ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിച്ചു. അരമണിക്കൂർ സമയം ബൈബിൾ വായനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ദൈവം അവളുടെ പ്രവൃത്തിയെ, ഒന്ന് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, ദൈവം അവളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചു. അതേസമയം തലേ പ്രാവശ്യം ദൈവത്തിന്റെ സഹായം അവൾക്കില്ല, അവള് തന്നെ കഷ്ടപ്പെട്ടു. ഇവിടെ മാർത്തയുടെയും മറിയയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞത്. മാർത്ത എന്താ ചെയ്യുന്നേ? അവള് കിടന്ന് കുഴയുക. അവള് കോഴിക്കറി വെക്കാൻ നോക്കുന്നു, ശരിയാകുന്നില്ല. മീൻ വറക്കാൻ നോക്കുന്നു, മീൻ കരിഞ്ഞു പോണു. സാമ്പാർ ഉണ്ടാക്കാൻ നോക്കുന്നു, സാമ്പാറിന് ഉപ്പില്ല. വെണ്ടയ്ക്ക ഒലത്തി അത് വെന്തില്ല. മൊത്തം പ്രശ്നം. എന്നാൽ മറിയയ്ക്ക് വല്ല അങ്കലാപ്പുണ്ടോ? എല്ലാരും പറഞ്ഞേ, മറിയയ്ക്ക് വല്ല അങ്കലാപ്പുണ്ടോ? അവള് വേദോസ്തവം എടുത്ത്, ഇന്നത്തെ പോലെ വേദോസ്തവം ഒന്നും കിട്ടാനില്ല, എന്നാലും ഞാൻ പറയുക, വേദോസ്തവം എടുത്ത് കർത്താവിന്റെ കാൽക്കൽ അവളിരിക്കും. ഈ രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, മുൻപേ അവന്റെ രാജ്യവും, ബാക്കി നിങ്ങൾ പറയും. പറഞ്ഞേ. എന്താ വാക്യം? മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ചിലര് ആ വാക്യത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ എല്ലാം കിട്ടും. ചെറിയൊരു മാറ്റം. ഞാൻ ചോദിക്കട്ടെ, എല്ലാം കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞോ? കാറ് കിട്ടും, സ്കൂട്ടർ കിട്ടും, മുട്ടൻ വീട് കിട്ടും, 10 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് കിട്ടും, എല്ലാം കിട്ടും. ഇത് ചിലര് പഠിപ്പിക്കുന്ന അങ്ങനെയാ. ഒരു കാറിന് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങൾ ഒരു 4 കാറിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നിലയുള്ള വീടിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, 3 നിലയുള്ള വീടിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രോസ്പെരിറ്റി ഗോസ്പൽ, അഭിവൃദ്ധിയുടെ സുവിശേഷം. എന്റെ കർത്താവ് 4 കാറ് തരാമെന്ന് പറഞ്ഞിട്ടില്ല, 1 കാറ് തരാമെന്നും പറഞ്ഞിട്ടില്ല. അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടെന്നാ കർത്താവ് പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടായേക്കാമെന്നല്ല, ഉണ്ടാകും. ലോകത്തിൽ നമുക്ക് പട്ടുമെത്ത കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ലോകത്തിൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകുമെന്ന കർത്താവ്. അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു വന്നത് എന്താണ്? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ എല്ലാം കിട്ടും. പറഞ്ഞോ കർത്താവ്? പറഞ്ഞോ? ഇല്ല. പിന്നെ എന്ത് കിട്ടും പറഞ്ഞേ? നാം എന്തു തിന്നും? പറഞ്ഞേ. നാം എന്തു കുടിക്കും? എല്ലാരും പറഞ്ഞേ. നാം എന്തുടുക്കും? നിങ്ങൾ ആരും അശ്രദ്ധരായിട്ടല്ല ഇരിക്കുന്നത്, നിങ്ങൾ ആരും ഉറങ്ങിപ്പോകുന്നില്ല. എനിക്കത് വലിയ സന്തോഷമുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചായിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ തരാമെന്ന കർത്താവ് പറഞ്ഞത്? ഉടുക്കാൻ, കുടിക്കാൻ, ഭക്ഷിക്കാൻ, ഊണരി, ഉടുതുണി, അതുപോലെ വെള്ളം. അതിന്റെ കൂടെ കിടപ്പാടെന്ന് നിങ്ങൾ പറഞ്ഞു. ഊണരി, ഉടുതുണി, കിടപ്പാട്, എല്ലാം തരാമെന്ന് കർത്താവ് പറഞ്ഞില്ല. ഇനി മേലാൽ ആരും എല്ലാം തരാമെന്ന് കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ വാക്യം ഉപയോഗിക്കരുത്.
മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് എല്ലാം തരാം. നോ, എന്റെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്റെ കർത്താവ് അങ്ങനെ പറയുകയുമില്ല. ഇനി എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം വേറൊരു വിഷയം. എന്റെ കൈവശം, ഞാനിപ്പോ ഇരിക്കുന്നത് എന്റെ സ്റ്റഡി റൂമിലാണ്. എന്റെ കൈവശം ലളിത തർജിമ എന്ന് പറയുന്ന ഒരു ബൈബിളും. ലളിത തർജിമ, പുതിയ നിയമം മാത്രമേ. ആ ലളിത തർജിമയിൽ ഒരിക്കൽ ഞാൻ ഈ വാക്യം നോക്കി. ഞാൻ മിക്കവാറും വാക്യങ്ങൾ ഈ ലളിത തർജിമയിൽ നോക്കും. ഈ വാക്യം നോക്കിയപ്പോ ഞാൻ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ കാര്യത്തിൽ പ്രഥമവും പ്രധാനവുമായ സ്ഥാനം കൊടുക്കുന്നവന് ഭൗമിക കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ടി വരികയില്ല. എന്നാ മനസ്സിലായി? എല്ലാം പിടികിട്ടിയോ? ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ കാര്യങ്ങളിൽ പ്രഥമവും പ്രധാനവുമായ സ്ഥാനം കൊടുക്കുന്നവന് ഭൗമിക കാര്യങ്ങളിൽ ഭാരപ്പെടേണ്ടി വരികയില്ല. ദൈവമക്കളെ, മാർത്തയ്ക്ക് എന്നാ പറ്റിയേ? പറയോ, മാർത്തയ്ക്ക് എന്നാ പറ്റിയേ? അവൾ ദൈവത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തില്ല. അവൾക്ക് ഒന്നാം സ്ഥാനം ഏതാ? കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിയിറച്ചി ഉണ്ടാക്കണം, മീൻ വെക്കണം, മീൻ വറക്കണം, സാമ്പാർ ഉണ്ടാക്കണം, മോര് കാച്ചണം, പച്ചമോരുണ്ടാക്കണം, മാങ്ങ അച്ചാറുണ്ടാക്കണം. ഇത് വേണ്ടെന്നാണെങ്കിലും പറഞ്ഞോ? നമുക്കറിയാം, രണ്ടുപേരും കൂടെ കർത്താവിന്റെ കാലത്തിൽ പോയിരുന്നാ പിന്നെ ഉച്ചത്തേക്ക് ആറ് ആഹാരം ഉണ്ടാക്കണേ? പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ അതിനു വേണ്ടി പോകണം. എന്നാൽ ഞാൻ ആദ്യം ഒരു സഹോദരിയുടെ കാര്യം പറഞ്ഞില്ലേ? ആദ്യം ദൈവവചനം വായിക്കണം. ആദ്യം അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ഭർത്താവിനും മക്കൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ടൊരു 10 മണിയായിട്ട് സഹോദരി അടുക്കളയിലേക്ക് കയറിയാൽ മതി. ഉച്ചത്തെ ആഹാരത്തിനുള്ള ക്രമീകരണത്തിന് വേണ്ടി 10 മണിക്ക് കയറിയാൽ മതി. എനിക്കും കുറച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇന്നിപ്പോ കുക്കറും അതുപോലെ ഗ്യാസ് അടുപ്പും ഒക്കെ സൗകര്യത്തിനുള്ള ഈ കാലത്ത് ഒരു 2 മണിക്കൂറൊക്കെ മതി അത്യാവശ്യം ഒരു 4-5 കറിയും ചോറും ഒക്കെ ഉണ്ടാക്കാൻ. 1 മണിക്കൂർ മതി എന്ന് റെജി ബ്രദർ പാസ്റ്റർ പറയാ, ഷാജി പാസ്റ്റർ പറയാ, 1 മണിക്കൂറായാലും മതി. അപ്പൊ ഞാൻ പറയട്ടെ, എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ ഒന്നും പഠിച്ചില്ലേലും ഇത് പഠിക്കണം. ഒരു സാവധാനത നമ്മുടെ ജീവിതത്തിൽ. സഹോദരിമാരെ കുറിച്ച് പറയുന്ന ഒരു വാക്യം എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. എല്ലാ വാക്യവും ഇഷ്ടമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം ഒന്ന് എടുക്കാം. 3-ാം അധ്യായം. 3-4 വാക്യം വായിച്ചേ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയപൂഷ്ണമായ ഹൃദയത്തിന്റെ ഗൂഢം മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. മതി. ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതുമല്ല. ഇതൊക്കെ ബാഹ്യമായ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ വിഷയം അതല്ല. എന്നാൽ ഇതല്ല എന്ന് പറഞ്ഞ പത്രോസ് പിന്നെ എന്താണെന്നാ പറഞ്ഞേ? അത് ശ്രദ്ധിച്ചോ? എന്താണെന്നാ പറഞ്ഞേ? സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയ മനുഷ്യഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. ഞാൻ ആ പറഞ്ഞ വാക്ക് അവിടെ ഇല്ലെന്ന് നോക്കി. സാവധാനത. എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ല. സാവകാശം, സാവധാനത, സ്വസ്ഥത.
പ്രിയപ്പെട്ടവരെ, അത് ഉണ്ടാകണമെങ്കിൽ, സാവധാനത ഉണ്ടാകണമെങ്കിൽ ആദ്യം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? പ്രാർത്ഥിക്കണം. ദിനമതിൻ തുടക്കത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങുമീ സമയത്ത് വെളിച്ചമേ സ്തുതിക്കണം അവൻ ജനം. വെളിച്ചമേ സ്തുതിക്കണം അവൻ ജനം. ദിനമതിൻ തുടക്കത്തിൽ പിന്നെ എന്നെ പാടിയേ, മനുവേലൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരിക. എന്നെ പാടിയത് എല്ലാ ദിവസവും KV സൈമൺ സാർ എഴുതിയ പാട്ടാണ്. എല്ലാ ദിവസവും രാവിലെ കിടക്കയിൽ എഴുന്നേറ്റാൽ ആദ്യം ദർശിക്കേണ്ടത് മലയാള മനോരമ പേപ്പർ അല്ല. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കട്ടൻ കാപ്പി കുടിച്ചില്ലേലും കുഴപ്പമില്ല, മലയാള മനോരമ പേപ്പർ വായിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം. ചിലര് വായിക്കുമല്ല, മലയാള മനോരമ തൊട്ട് പ്രിന്റഡ് അറ്റ് കോട്ടയം വരെ വായിച്ച് ധ്യാനിക്കും. എന്നതാ വായിച്ച് ധ്യാനിക്കാൻ കർത്താവ് പറഞ്ഞത്? ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, വായിച്ച് ധ്യാനിക്കാനായിട്ട് എവിടെ ഉപദേശി പറഞ്ഞേക്കണേ? നമ്മളോട് ഒരു പുസ്തകം മാത്രമേ വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ബാലരമ വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞിട്ടില്ല. വനിത വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞിട്ടില്ല. മനോരാജ്യം വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞിട്ടില്ല. നോവല് വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വേദപുസ്തകം. എന്നാൽ ചിലര് മനോരമ പത്രം എന്ത് ചെയ്യും? വായിച്ച് ധ്യാനിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് എന്താ? ദൈവവചനമല്ല, മലയാള മനോരമ പത്രം. എന്താ പാട്ടുകാരൻ പാടിയത്? ദിനമതിൻ തുടക്കത്തിൽ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ മനുവേലിൻ മുഖാംബുജം. ആരാ മനുവേൽ? ഇമ്മാനുവേൽ ആരാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ മുഖാംബുജം, യേശുക്രിസ്തുവിന്റെ മുഖതാവ് അന്വേഷിക്കുന്നവന് ഒരു ദുരിതവും വരികയില്ല. ഞാൻ ഇന്ന് രാത്രി, എന്റെ സമയം മുന്നോട്ട് പോവുകയാണല്ലോ, അതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനെന്നെ കൊണ്ട് കഴിയുന്നില്ല. സൗമ്യതയും, സഹോദരിമാരോട് പറയുകയാണ്, സൗമ്യതയും സാവധാനതയുമായ മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ദൈവം നമ്മെ അതിനായി സഹായിക്കും. നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. യേശു പിന്നെയും, ആ വാക്യം ഒന്നുകൂടെ വായിക്കാവോ? യോഹന്നാൻ 11:38, 39. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. ഈ പാഠം, ഈ വിഷയം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവിശ്വാസത്തിന്റെ കല്ല്. ഞാൻ പറഞ്ഞു, അവിടെ അവിശ്വാസത്തിന്റെ കല്ലെന്ന് എഴുതിയിട്ടില്ല. അവിശ്വാസത്തിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? കർത്താവ് കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ മരിച്ചവന്റെ സഹോദരിയായ മാർത്ത വന്ന് പറയുകയാണ്, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് ചോദിച്ചോ അവളോട്, നാറ്റം വെച്ചു തുടങ്ങിയോന്ന്? എനിക്ക് അങ്ങോട്ട് വന്നാൽ കൊള്ളാന്നുണ്ട്, നാറ്റം ഉണ്ടോന്ന് നോക്കിയിട്ട് വാ മാർത്തേ എന്ന് കർത്താവ് പറഞ്ഞായിരുന്നോ? എല്ലാരും പറഞ്ഞേ? ഇല്ല, പറഞ്ഞില്ല.
പിന്നെ എന്താ അവൾ അങ്ങനെ പറയാൻ കാരണം? ആർക്ക് പറയാം? നിങ്ങൾ ആ വരികളുടെ ഇടയിലൂടെ വായിച്ചേ. ആദ്യം വേദപുസ്തകം വായിച്ച മോള് നല്ല വെടിപ്പായിട്ട് നല്ല വ്യക്തമായിട്ട് ബൈബിൾ വായിക്കുന്നത് കണ്ട് എനിക്ക് സന്തോഷം തോന്നി. ബൈബിൾ വായിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഉച്ചത്തിൽ വായിക്കണമെന്ന്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ഈ പ്രവചനം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ആരാണ്? ഭാഗ്യവാൻ. അവിടെ വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളത് എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം എങ്ങനെ വായിച്ച് കേൾപ്പിക്കണം? ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കണം. ചിലര് വായിക്കുന്നത് ആർക്കും മനസ്സിലാവും. എന്നൊരിക്കൽ ഒരാൾ വായിച്ചു, നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കാള എവിടെ നിന്ന് വന്നു? എങ്ങനെയാ വാക്യം? ഒരു മരണ വീട്ടിൽ വായിച്ചതാ. നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്നാ വാക്യം. വായിച്ചത് എങ്ങനെയാ? പിന്നെ കാള എവിടെ നിന്ന് വന്നു? അതുപോലെ വേറൊരാള് വായിച്ചു, ഇവൻ തങ്കച്ചന്റെ മകനല്ലയോ? തച്ചന്റെ മകനല്ലയോ എന്നുള്ളത് വായിച്ചത് എങ്ങനെയാ? ഇവൻ തങ്കച്ചന്റെ മകനല്ലയോ? ഇതിനേക്കാളൊക്കെ സങ്കടമായ ഒരു കാര്യം എന്താ പറയാ? ഈ മരണ വീട്ടിൽ ചെന്നാല്, ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ മരണ വീട്ടില് സങ്കീർത്തനങ്ങളാ വായിക്കുന്നത്. അത് 1-ാം സങ്കീർത്തനം മുതലങ്ങ് തുടങ്ങുക. 1 കഴിയുമ്പോ 2, 2 കഴിയുമ്പോ 3, അങ്ങനെ വായിച്ചു 109-ാം സങ്കീർത്തനം വരണം. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഒരു പിതാവ് ഇങ്ങനെ മരിച്ചു കിടക്കുക. അപ്പൊ ആ പിതാവിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുക. അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ, അവന്റെ ഭാര്യ അന്യന്റെ വീട് അന്യന്റെ അയൽവക്കത്ത് അവന്റെ പാത്രം നക്കട്ടെ, അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ, അവന്റെ ഭാര്യ വിധവയായി തീരട്ടെ, അവന്റെ മക്കൾ അനാഥരായി തീരട്ടെ. നിങ്ങൾ 109-ാം സങ്കീർത്തനം ഇന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കാം. ഞാൻ ഈ പറഞ്ഞതല്ല അതിനകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതൊരു സങ്കീർത്തനമല്ലേ? എന്താ ഷാജി പാസ്റ്ററെ, അതൊരു സങ്കീർത്തനമല്ലേ? ദൈവശ്വാസീയമല്ലേ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാം ദൈവശ്വാസീയമല്ലേ? എല്ലാം എപ്പോ വേണമെങ്കിലും വായിക്കാൻ പാടില്ലേ? പാടില്ല. എല്ലാം എപ്പോഴും വായിക്കാൻ പാടില്ല. വായിക്കേണ്ടത് മാത്രമേ വായിക്കാം. ഓക്കെ, അപ്പൊ മടങ്ങി വരട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് കല്ല് നീക്കുവി. അതുകൊണ്ട് അവിശ്വാസത്തിന്റെ കല്ല് നാം നീക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കോ. അവർ വെച്ച കല്ല് അവർ തന്നെ നീക്കണം. എഴുതിക്കേ. അവർ വെച്ച കല്ല് അവർ തന്നെ നീക്കണം. ഇനി എല്ലാവരും ഇവിടെ നോക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കാം. കർത്താവിനെ ലാസറിനെ ഉയർപ്പിക്കാൻ ഈ കല്ലൊരു തടസ്സമാണോ? ഇനി ആരും ഒന്നും മിണ്ടാതെ. ലാസറിനെ ഉയർപ്പിക്കുക എന്നുള്ള വലിയ ജോലി കർത്താവിന് ചെയ്യാമെങ്കിൽ ഈ കല്ല് മാറ്റുക എന്ന് പറയുന്ന ചെറിയ ജോലി വേറെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ട കാര്യം ഉണ്ട്. ഈ കല്ല് എങ്ങനെയാ അവിടെ വന്നേ? ഇപ്പൊ നമ്മള് വയനാട് ദുരന്തത്തെ കുറിച്ചൊക്കെ കേട്ട് അത് മറക്കാറായിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ കേട്ട് ദുഃഖിച്ച് ഒക്കെയാണ് നാം ഈ ദിവസങ്ങളിൽ കഴിയുക. അവിടെ ടിവിയിൽ ആ കാഴ്ച കണ്ടപ്പോൾ വലിയ കല്ലുകൾ ഉരുണ്ടുരുണ്ട് വന്നത് നമ്മൾ കാണാനായിട്ടിടയായി. ഉരുൾപൊട്ടുക എന്ന് പറഞ്ഞാൽ അതാണ്. വയനാട് ദുരന്തം, മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് വലിയ ഉരുളൻ കല്ലുകൾ അവിടെ നിന്ന് അത് പൊട്ടിത്തകർന്ന് താഴേക്ക് വന്ന് അനേക മനുഷ്യ ജീവനുകളും അവരുടെ വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടു.
ഞാൻ ചോദിക്കട്ടെ, അതുപോലെ ഒരു ഉരുള് പൊട്ടി വലിയ ഒരു കല്ല് വന്ന് ഈ ബേഥാന്യയിലെ ലാസറിന്റെ കല്ലറയ്ക്കൽ അങ്ങ് ഇരുന്നു, അങ്ങ് സെറ്റായിപ്പോയി. അങ്ങനെയാണോ ഈ കല്ല് അവിടെ വന്നേ? അല്ല, ഈ കല്ല് അവര് വെച്ചതാ. പിടികിട്ടിയോ? വളരെ പ്രധാനപ്പെട്ട പോയിന്റാ ഞാൻ പറയുന്നത്. ഈ കല്ല് അവര് വെച്ചതാ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്താ? അവര് വെച്ച കല്ല്, പറഞ്ഞേ, അവര് വെച്ച കല്ല് അവർ തന്നെ നീക്കണം. പിടികിട്ടിയോ? മനസ്സിലായോ? ഞാൻ വെച്ച കല്ല് ഞാൻ നീക്കിക്കോളാം, ലാസറിനെ ഞാൻ ഉയർപ്പിച്ചോളാം. ഞാനാണല്ലോ ലാസറിനെ മരിപ്പിച്ചത്, ഞാൻ ഉയർപ്പിച്ചോളാം. ഞാൻ വെച്ച കല്ല് ഞാൻ നീക്കിക്കോളാം. പക്ഷെ നിങ്ങൾ വെച്ച കല്ല് നിങ്ങൾ നീക്കണം. അവര് കല്ല് നീക്കി. യേശു ലാസറിനെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഈ നമുക്ക് അവരെ കുറിച്ച് ചിന്തിച്ചാൽ പോരല്ലോ, നമ്മുടെ കാര്യത്തിലേക്ക് വന്നേ. നമ്മളായിട്ട് വല്ല കല്ലും വെച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന് ഞാൻ ഈ വിഷയം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. നമ്മളായിട്ട് വല്ല കല്ലും വെച്ചിട്ടുണ്ടോ? ലാസറിനെ ഉയർപ്പിക്കാൻ തടസ്സമായി നമ്മളായിട്ട് വല്ല കല്ലും വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വെച്ച കല്ല് നമ്മൾ മാറ്റണം. ലാസറിന്റെ നാട്ടുകാർ വെച്ച കല്ല് അവർ മാറ്റിക്കൊടുത്തപ്പോൾ യേശു കർത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മൾ വെച്ച കല്ല് നമ്മൾ മാറ്റണം. നമ്മൾ മാറ്റേണ്ട ചില കല്ലുകളെ കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. ഒന്ന് നോക്കി, വായിക്കുമ്പോ തന്നെ നിർത്തി വായിക്കണം. എന്നിട്ട് ആ ഓരോ സംഗതിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. ഞാനും നോക്കണം. 1 പത്രോസ് 2:1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും ഏറ്റിക്കളഞ്ഞ് മതി. ഇവിടെ 5 കൂട്ടം കല്ലുകളെ കുറിച്ച് പറയും. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? 1, സകല ദുഷ്ടതയും. 2, എല്ലാ ചതിവും. 3, വ്യാജഭാവം. 4, അസൂയ. 5, എല്ലാ നുണയും. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ 5 കല്ലുകളിൽ ഏതെങ്കിലുമൊക്കെ കല്ല് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എന്റെ സാറേ, സാറ് ഞങ്ങളെ കുറിച്ച് സാറിന് ഒന്നും അറിയാൻ പാടില്ലല്ലോ, ഞങ്ങൾ ഇതൊന്നും ഇല്ലാത്ത, ഞങ്ങൾ ആരാന്നാ വിചാരിച്ചേക്കണേ? ഇതൊന്നും ഞങ്ങളിൽ ശരിയാണോ? കേട്ടോ റെജി പാസ്റ്ററെ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പത്രോസ് ആദ്യം പറഞ്ഞത് സകല ദുഷ്ടതയും. വിശ്വാസികളിൽ ആരെങ്കിലും ദുഷ്ടന്മാരാണ്? ആണോ? ദുഷ്ടൻ എന്ന ഏകവചനത്തിൽ പറയുന്നത് പിശാചിനെ കുറിച്ചാണ്. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് വരുന്നു, പിശാചിനെ കുറിച്ചാണ്. വിശ്വാസികളിൽ ആരെങ്കിലും ദുഷ്ടനാണോ? ആരും എന്താ ഒന്ന് പറയാതെ പറഞ്ഞേ. അല്ല, ദുഷ്ടനല്ല. പക്ഷേ അനേക ദുഷ്ടതകൾ, പറഞ്ഞേ, അനേക ദുഷ്ടതകൾ നമ്മിലുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ വേറൊരാളെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞേ? അതായത് വേറൊരു സഹോദരനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു സഹോദരനാണ്, മൈലപ്രായിലുള്ള ഒരു സഹോദരനാണ്. ആ സഹോദരൻ
75 സെന്റ് സ്ഥലം 5 പേർക്കായിട്ട് വീതിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ആലുവയിലുള്ള ജോജോ എന്ന് പറയുന്ന ഒരാൾക്ക് അതിൽ 15 സെന്റ് കൊടുക്കും. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോ ഈ കൊടുക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. NS വർഗീസ് എന്ന് പറയുന്ന ഒരു സാറാണ് കൊടുക്കുന്നത്. ആ സാറ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ 75 സെന്റ് സ്ഥലം വീതിച്ചു കൊടുക്കാൻ. പക്ഷെ കുഞ്ഞുമോൻ തോട്ടപ്പള്ളിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരാളാണ് ഈ ജോജോ. ജോജോയ്ക്ക് മാത്രം എന്ത് ചെയ്തു? 15 സെന്റ് അങ്ങ് കൊടുത്തു. ബാക്കിയുള്ളവർക്കൊക്കെ 5ഉം 4ഉം 3ഉം ഒക്കെ ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ ഇത് കേട്ട ഒരു സഹോദരൻ, ഞാനും അവിടെ ഉണ്ട്, വീട്ടിൽ ചെന്ന ഉടനെ ഈ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സാറിനെ വിളിച്ചു. സാറിനോട് ചോദിച്ചു, ഇത് ഇങ്ങനെ ഒരു കാര്യം കേട്ടു, ശരിയാണോ എന്ന് ചോദിച്ചു. എന്റെ ബ്രദറെ, ഒരിക്കലും ശരിയല്ല, ഞാനാണ് സ്ഥലം കൊടുത്തത്, എല്ലാവർക്കും 15 സെന്റാ കൊടുത്തത്. എന്നാ മനസ്സിലായേ? എത്ര പേരുണ്ട്? 5 പേരുണ്ട്. എത്ര സെന്റ് വീതം ഒരാൾക്ക് കിട്ടി? 15 സെന്റ് വീതം കിട്ടി. 15 × 5 എത്രയാ? 75. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് സ്വസ്ഥതയില്ല. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ ആ സഹോദരനെ ഞാൻ വിളിച്ചു. അതിപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും, ഞാനിങ്ങനെയാ കേട്ടെ, അതേ എനിക്കറിയാം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. അത് പുള്ളി അങ്ങോട്ട് ഊതി അങ്ങ് കളഞ്ഞു. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇതുപോലെയുള്ള ദുഷ്ടതകൾ ആരുടെ മനസ്സിലുണ്ട്? വിശ്വാസികളുടെ മനസ്സിലുണ്ട്. ആ പുള്ളി പറഞ്ഞത് ശരിയല്ലേ? ആണോ? ഈ പറഞ്ഞ ആൾക്ക് കിട്ടിയത് 15 സെന്റ് അല്ലേ? 15 സെന്റാണ്. മൊത്തം 75 സെന്റ് അല്ലേ? മൊത്തം 75 സെന്റാണ്. കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സാറിനെ അത് ഏൽപ്പിച്ചിട്ടില്ലേ? അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 5 പേർക്ക് കൊടുക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെയാ കുഴപ്പം പറ്റിയേ? ഇദ്ദേഹത്തിന് മാത്രം 15 സെന്റ്. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള പല ദുഷ്ടന്മാര് നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് ഉത്തമഗീതത്തിലെ ഒരു വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കണം. ഉത്തമഗീതം ഒന്നെടുത്തേ. ഉത്തമഗീതം 2-ാം അധ്യായം എടുത്ത്. 15-ാം വാക്യം വായിച്ചേ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ഒരു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവൻ. മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരുണ്ടെന്ന് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ചില ചെറിയ കുറുക്കന്മാരിരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാര് നമ്മുടെ ഇടയിലുണ്ട്. ആരൊക്കെയാ ചെറു കുറുക്കന്മാര്? സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ. അത് കാണാതെ പഠിക്കണം. എല്ലാരും ഒന്ന് പറഞ്ഞേ, സകല ദുഷ്ടത. അല്ല, എന്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ. എന്തിനാ ഞാനിത് പറയാൻ പറഞ്ഞേ? ഇതിലേതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് നമ്മൾ പരിശോധിക്കും. ദൈവം സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തണമല്ലോ. അതുകൊണ്ട് അവർ വെച്ച കല്ല് അവർ തന്നെ നീക്കണം. ഇനി 3-ാമത്തെ പോയിന്റിലേക്ക് വരാം. ഇനി നമുക്ക് ആകെ 7 മിനിറ്റേ ഉള്ളൂ. കർത്താവിന്റെ വലിയ വേലയിൽ നാട്ടുകാർക്കൊരു പങ്ക് കർത്താവ് കൊടുക്കും. കർത്താവിന്റെ വേല വളരെ വലിയതാണ് അല്ലെ? കർത്താവിന് വേണ്ടി ഏത് വേല ചെയ്യുന്നതും വളരെ വലിയ വേല.
നമ്മുടെ സഭാഹോളിൽ ഒരു പായ വിരിക്കുന്ന കാര്യമോ ആണെങ്കിൽ പോലും അതും വലുതാ. കർത്താവിന്റെ വേല വളരെ വലിയ വേല. എന്നാൽ ആ വലിയ വേലയിൽ ആ നാട്ടുകാർക്കും കൂടെ കർത്താവ്, ഞാൻ ഇങ്ങനെ എന്റെ ഭാവനയിൽ കണ്ടേ. അപ്പോ അവര് പറയുക, ആര്? നാട്ടുകാര് പറയുക, അപ്പോഴേ വല്ലതും അറിഞ്ഞോ? ബെഞ്ചമിൻ സഹോദരൻ വല്ലതും അറിഞ്ഞോ? അല്ല, എന്നെ തോമസേ, അല്ല ആ ലാസർ ഉയർത്തെഴുന്നേറ്റ കാര്യം ഞാൻ അറിഞ്ഞു. ആരാ ഉയർപ്പിച്ചേ? യേശു കർത്താവ്. ഞാൻ പറയാ, യേശു കർത്താവ് ശരി പുളിക്കും. യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഞങ്ങളുണ്ടല്ലോ, ആ കല്ലങ്ങോട്ട് മാറ്റി കൊടുത്തില്ലായിരുന്നെങ്കിൽ യേശു കർത്താവ് ചമ്മിപ്പോയേനെ. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ഞങ്ങള് ആ കല്ലങ്ങോട്ട് മാറ്റി കൊടുത്തില്ലായിരുന്നെങ്കിൽ യേശു കർത്താവ് ഒത്തിരി ലാസറിനെ ഉയർപ്പിക്കുന്നത് കാണാമായിരുന്നു. ചമ്മിപ്പോയേനെ. എന്നാ മനസ്സിലായേ? ലാസറിനെ ഉയർപ്പിച്ചതല്ല അവർക്ക് വലിയ കാര്യം. പിന്നെ എന്നാ അവർക്ക് വലിയ കാര്യം? കല്ല് നീക്കിയതാ അവർക്ക് വലിയ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ പൊട്ടന്മാര് പറയുമെന്ന് ആർക്കറിയാം? ഷാജി പാസ്റ്ററെ, ഈ പൊട്ടന്മാരിത് പറയുമെന്ന് ആർക്കറിയാം? യേശുവിനറിയാം. എന്നിട്ട് യേശു പറഞ്ഞു, ആ കല്ല് നീക്കുവീൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ വേലയാണ്. അത് കർത്താവിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന വേലയാണ്. എന്നാൽ ആ വലിയ വേല ചെയ്തതിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്കും കൂടെ ഒരു പങ്ക് കൊടുത്തു. ആ വലിയ വേല കർത്താവ് തന്നെ ചെയ്താൽ മതി. ആ കല്ല് നീക്കി ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയുമായിരുന്നിട്ടും കർത്താവ് ആ കല്ല് നീക്കാനായിട്ട് നാട്ടുകാരോട് പറഞ്ഞു. ഇതിൽ നമുക്കുള്ള പാഠം എന്താ? സഹോദരിമാരെ, നിങ്ങൾ ഒരു പായ വിരിക്കുകയാണ്, കസേര തുടയ്ക്കുവാണ്, അല്ലെങ്കിൽ ഹോളിന്റെ ഫ്ലോറ് തറ അടിച്ച് തുടക്കുകയാണോ? നിങ്ങൾ ഓർത്തോ, നല്ല ജോലിയാ, വലിയ ജോലിയാ, വലിയ വേലയാ. ആ വേല ചെയ്യാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് അവന് നന്ദി കരയേറ്റാൻ ഇടയാകേണ്ടതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനത്തെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു. എന്താണ് അവസാനത്തെ പോയിന്റ്? ഈ കല്ല് വളരെ ഭാരമുള്ള കല്ല്. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിക്കണ്ട, 16-ാം അധ്യായം വായിച്ചാൽ അതിന്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും. കർത്താവിന്റെ കല്ലറയ്ക്കലേക്ക് പോയ ആ സ്ത്രീകൾ പറഞ്ഞ വാക്കുകളാണ്, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും. ഞാൻ പറഞ്ഞു, തുടങ്ങിയപ്പോ പറഞ്ഞു, ഈ കല്ല് വളരെ ഭാരമുള്ള കല്ല്. ഇതൊരാളോ രണ്ടാളോ പിടിച്ചാൽ മാറുന്ന കല്ലല്ല. ഞാൻ പറഞ്ഞല്ലോ, ആ മുണ്ടക്കൈയിലും അതുപോലെ ചൂരൽമലയിലും ഒക്കെ ഒഴുകി വന്ന വലിയ കല്ല് പോലെയുള്ള കല്ലാണിത്. ഇത് 1, 2, 3 ആൾക്ക് പിടിച്ചു മാറ്റാവുന്ന കല്ലല്ല. ഇത് പലർ ഒരുമിച്ച് വന്നാലേ മാറ്റാൻ പറ്റും. സഹോദരിമാര് പറഞ്ഞു, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും. ഇത് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുമ്പോ അവർ കണ്ട കാഴ്ച തന്നെ ആർക്ക് പറയാം? യേശുവിന്റെ കല്ലറയ്ക്കൽ സ്ത്രീകൾ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച തന്നെ. കല്ല് ഓൾറെഡി ഉരുട്ടി മാറ്റിയിരിക്കും. ആരാ ഉരുട്ടി മാറ്റി?